അമ്പിയാക്കള ചരിത്രത്തിൽ അവരെ ശക്തമായി എതിർത്ത സംഭവങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പല ഭാഗത്ത് യാ അഹ്ലൽ കിതാബ് യാ അഹ്ലൽ കിതാബ് സംബോധന അപ്പം അവരുടെ അനന്തരാവകാശികളായ ഈ മശായിഖന്മാർ, ഇപ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ മുതൽ ഇങ്ങോട്ട്, ഇപ്പോൾ മമ്പുറം തങ്ങളായാലും നാഗൂർ ഷെയ്ഖ് ആയാലും റിഫായി ഷെയ്ഖ് ആയാലും നമ്മളെ ഇടിയങ്ങര ഷെയ്ഖ് ആയാലും അവരൊക്കെ ശക്തമായി എതിർത്തു. പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുണ്ടായതായിട്ട് കാണുന്നുണ്ട്. എന്നാലും മടവൂർ ഷെയ്ഖുനാൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? കാരണം ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നു, ഉറൂസ് നടത്തുന്നു, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ, ഒരു ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. മടവൂർ ഷെയ്ഖുനാൻ്റെ ഉറൂസിന് മത്സരമാണ്. ഉറൂസിന് മത്സരം. അവിടെ തന്നെ 2 ഉറൂസാണല്ലോ. അവിടെ തന്നെ 2 സ്ഥാപനങ്ങളും 2 കവാടങ്ങളും. അതെ. ഇപ്പോൾ മടവൂർ ഷെയ്ഖുനാൻ്റെ ജീവിതകാലത്ത് അങ്ങനത്തെ ശക്തമായ എതിർപ്പുകളൊന്നും ഉണ്ടായില്ലേ പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന്? അതൊരു പുതിയ തലമുറ അറിയേണ്ട ഒരു ചരിത്രമാണ്. സംഭവം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അമ്പിയാക്കൾക്കുണ്ടായ വിമർശനങ്ങൾ അതേ രൂപത്തിൽ തന്നെ ഔലിയാക്കൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ റസൂലുള്ള തന്നെ നല്ല വിമർശനം നേരിട്ടല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൽ നമ്മൾ ഓതും യാ അഹ്ലൽ കിതാബ്, യാ അഹ്ലൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാള ഭാഷയിൽ ഇല്ലെങ്കിൽ നമ്മളെ മലപ്പുറം ഭാഷയിൽ അർത്ഥം വെക്കുകയാണെങ്കിൽ എന്താ വെക്കുക? ഓ മുല്യമാരെ എന്ന് പറഞ്ഞാൽ അന്ന് തൗറാത്ത് പഠിച്ചോലേ, ഇഞ്ചിയിൽ പഠിച്ച ആൾക്കാർ. അന്നത്തെ തൗറാത്തും ഇഞ്ചിയിലും പിന്നെ പ്രശ്നമില്ലാത്ത പലതും ഉണ്ട്, കറക്റ്റ് ഒറിജിനാലിറ്റി ഉള്ളതുണ്ട്. അതറിയുന്ന ഒരുപാട് പണ്ഡിതന്മാർ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളാ ചരിത്രത്തിൽ വറക്കത്തുൽ നൗഫൽ ഉണ്ടല്ലോ, റസൂലുള്ളാഹി ഹിറാ ഗുഹ എന്ന് വന്നിട്ട് ഖദീജ ബിയായിട്ട് പോയേ, ബുഖാരിൻ്റെ ഹദീസിൽ കാണാം മൂപ്പര് തൗറാത്തും ഇഞ്ചിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർജുമ ചെയ്യണതും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവർ റസൂലുള്ളാഹിനെ എതിർക്കുകയാണ്. മഹാഭൂരിഭാഗം അക്സറുഹും വലോ ആമന അഹ്ലുൽ കിതാബി ലക്കാന ഖൈറല്ലഹും മിൻഹുമുൽ മുഅ്മിനൂൻ വ അക്സറുഹുമുൽ ഫാസിഖൂൻ എന്ന ഖുർആൻ്റെ പ്രയോഗം. അഹ്ലു കിതാബ് റസൂലുള്ളാഹിനെ അംഗീകരിച്ച അവർക്ക് ഗുണമായി. അവരുടെ കൂട്ടത്തു നിന്ന് വിശ്വാസമുള്ളവരുണ്ട്. മിൻഹുമുൽ മുഅ്മിനൂൻ വ അക്സറുഹും ഫാസിഖൂൻ എന്നാണ്. നമ്മളെ മലയാള ഭാഷ അർത്ഥം വെച്ച തമ്മാടികളാണ് ഓല്. ഈ മൂല്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹിനെ എതിർക്കുകയാണ്. ഇതേ ഒരു ശൈലി മശായിഖന്മാരുടെ ചരിത്രത്തിലുണ്ട്. അത് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. നമ്മൾ മൊയ്തീമാലെ പാട്ടുണ്ടല്ലോ, മുട്ടിഫാനായി മുതിർന്ന ഷെയ്ഖന്മാരെ മറഫിച്ച് പിന്നെ തിരിച്ചു കൊടുത്തോർ എന്നാണ്. അപ്പം മുട്ടിഫാനായി വന്ന ഷെയ്ഖന്മാരാ, ഷെയ്ഖിനെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം മുട്ടിക്കണം. ഇവനിപ്പോൾ ആരാണ്? നമ്മളൊക്കെ ഉള്ള ഈ ബഗ്ദാദിൽ ഇവിടെ ദീനില്ല എന്ന് പറയാണല്ലോ ഇവന്. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞ അതാണല്ലോ, അന്ന് ബഗ്ദാദിൽ ദർസുണ്ട്. ബുഖാരിയൊക്കെ കറക്റ്റ് സനദിൽ ദർസെടുക്കണ കാലമാണ്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നിറയെ പണ്ഡിതന്മാർ, അന്നത്തെ പണ്ഡിതന്മാരല്ലേ. എന്തായിരിക്കും ആ ദർസുകൾ? പക്ഷെ ആ ഒരു വേളയിൽ അവിടെ വന്നിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയാം ഇവിടെ ദീനില്ല. ഒരു പോയിൻ്റ് അവിടെ ഉണ്ട്. നമ്മുടെ ഒരു നോട്ടത്തിൽ എന്തോ മദ്രസയും പള്ളി ഉണ്ടാക്കിയാൽ ദീനുണ്ടാവും എന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഷെയ്ഖ് ജീലാനി തങ്ങൾ ദീൻ അവിടെ ജീവല്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഇവനിപ്പോൾ ആരാണ്? നമ്മളൊക്കെ അവിടെ ദർസ് നടത്തുമ്പോൾ അവിടെ വന്നിട്ട് എതിർന്നു മുട്ടിപ്പാനായി. പക്ഷേ സമയമായിരിക്കും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അതല്ലേ പറയല്ലേ. അങ്ങനെ റിഫായി ഷെയ്ഖ് യാ മുഹല്ലിലൽ മുഹറമ, ഹറാമിനെ ഹലാലാക്കണ ആളെന്നാണ് അന്ന് പണ്ഡിതന്മാർ കത്ത് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ. ഇനി നമ്മളെ കേരളത്തിലേക്ക് വന്നാൽ ഇപ്പം മമ്പുറം കുത്തുബുസ്സമാൻ തങ്ങൾ, അന്ന് ഒരുപാട് പണ്ഡിതന്മാർ എതിരാ. തിരൂരങ്ങാടിയാണല്ലോ ബഹുമാനപ്പെട്ടവർ. തിരൂരങ്ങാടി സ്വന്തം മഹലിലെ കാദിയൻ ആർക്കെതിരാണ്? മമ്പുറം തങ്ങൾക്കെതിരാണ്. ആ കാലം എത്ര പണ്ഡിതന്മാരുണ്ട്, ഇന്നത്തെ പോലെയല്ല. അന്ന് ഈ സ്കൂളും ഭൗതികമൊന്നും പറഞ്ഞില്ലല്ലോ. നിറയെ പണ്ഡിതന്മാരുള്ള ആ കൂട്ടത്തു നിന്ന് ഒരു 3 പണ്ഡിതന്മാരാണ് ശരിക്കും മമ്പുറം തങ്ങൾ അംഗീകരിച്ച് ഇവിടെ വന്നിട്ടുള്ളൂ. ഒന്ന് ഔക്കോയ മുസ്ലിയാർ, ഉമർ ഖാദി ബൈത്താൻ മുസ്ലിയാർ. ഖാദി ഉമർ ഖാദി വന്ന തന്നെ മുട്ടിപ്പാനാ. വന്നപ്പോൾ മമ്പുറം തങ്ങൾ പിടിച്ചതാണല്ലോ ഇതേ സംഭവം. ആവർത്തിക്കുകയാണ്. ഇടിയങ്ങര ഷെയ്ഖ് അവർ ചരിത്രത്തിൽ കാണാം. കോഴിക്കോട്ടെ കാദിമാർ എഴുതിയ ചരിത്രത്തിൽ അവിടെയുള്ള മഹലിലെ പല കാദിമാരും മൂപ്പർ എതിർത്തു വന്നു. കാദിയാരെ എതിർപ്പ് ശക്തമായപ്പം ഇടിയങ്ങര ഷെയ്ഖ് പറഞ്ഞു ഇന്നി ആസൽ തുഹു, ഞാൻ ഓൻ ആസൽ ചെയ്തു, ഓൻ്റെ കാദിസ്ഥാനം ഞാൻ ഒഴിവാക്കി. ആ കാദിക്ക് പിന്നെ കാദിസ്ഥാനം ഒഴിവായി പോകേണ്ടി വന്ന് എതിർപ്പാണ്. അപ്പോൾ ഇതുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ നമ്മളെ എന്നാൽ അതേ സമയത്ത് കുത്തുബുല്ലാലൻ ഷെയ്ഖുന മടവൂരി അവരെക്കുറിച്ച് ഇപ്പോഴത്തെ ഒരു ചിത്രം കണ്ട എല്ലാവരും വിചാരിച്ചു എല്ലാ മുസ്ലിംമാരും മുലിയന്മാരൊക്കെ അന്ന് നന്നായി പിന്തുണച്ചു ഉഷാറേനിന്ന്. ഒരിക്കലും അല്ല. ആ കാലത്തെ അവസ്ഥ ഇന്ന് മാറി. ഇതെല്ലാ കാലവും ഇങ്ങനെ ഉണ്ടാകും. ആ കാലത്ത് അവരെ എതിർക്കണോലുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ അവരെ ഉണ്ടാവും എതിർത്തോലെ കാണാണ്ടാവും. എന്നിപ്പോൾ അബുജയിലില്ലല്ലോ. ഇതേമാതിരി മടവൂർ ഷെയ്ഖുനാൻ്റെ ചരിത്രത്തിൽ കാണാം, അന്ന് അധിക പണ്ഡിതന്മാരും വിമർശന.
മിക്ക പണ്ഡിതന്മാരും വിമർശനത്തിലുണ്ട്. കാരണം എന്താ പറയുക, അവരെ അളവുകോൽ ഇത് നിൽക്കണില്ല. അതെ അതെ ഇതാണ് ഇപ്പം ഇവിടെ എപ്പോഴും ഉണ്ടാവില്ലേ, ശരീഅത്ത് കൊണ്ട് അളക്കണം എന്നറിയും. ഈ ശരീഅത്ത് കൊണ്ട് അളക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളെന്തോന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതിനെതിരായി എന്തോ കാണുമ്പം അയാൾ ശറഈ വിരുദ്ധനാണ്. ഇതെല്ലാം ഈ മഹാന്മാരുടെ അവസ്ഥകളും കൂടി ഉൾക്കൊണ്ട് കാര്യം മനസ്സിലാക്കാൻ കഴിയലാണ് ശരീഅത്തിൻ്റെ കമാലിയത്ത്. അത് പല പണ്ഡിതന്മാർക്കും ഇല്ലാതെ പോവുക. ഇപ്പം ആ ചരിത്രത്തിൽ കാണാം, അന്ന് വയനാട് 4-ാം മൈലിൽ ഒരു പണ്ഡിത സംഗമത്തിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച CM മുഹമ്മദ് അബൂബക്കർ എന്ന് മൂപ്പര് വലിയാണോ, മൂപ്പരെ പല ആളുകളും വലിയെന്ന് പറയുന്നുണ്ടല്ലോ, പണ്ഡിതന്മാരാണ് സംഗമ. അതിൽ അന്നത്തെ പ്രധാന ചർച്ച ഇതാ. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശംസുലുലമ പ്രത്യേകം കിതാബുകളൊക്കെ വെച്ചിട്ട്, കാരണം അന്ന് പിന്നെ മടവൂർ ശൈഖുനാൻ്റെ നിസ്കാരം, അവിടുത്തെ മറ്റുള്ള ചില വിഷയങ്ങൾ, ഇതൊക്കെയാണ് അവർ ചിത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതൊക്കെ ശരീഅത്തിന് വിരുദ്ധമല്ലേ എന്നാ. അപ്പോൾ ശംസുലമാർ പഠിപ്പിച്ചു, നിങ്ങൾ ശരീഅത്ത് മനസ്സിലാക്കിയില്ല എന്ന് ആ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുത്ത്. ഇപ്പം പിന്നെ CM മടവൂർ മക്കാം കമ്മിറ്റി ഇറക്കണേ, അതായത് ദർഗാ ഷെരീഫിൻ്റെ കമ്മിറ്റി ഇറക്കണേ, ആളും പറയുമ്പോൾ മാറും. രണ്ട് CM സെൻറ്ററിൻ്റെ അല്ല, ദർഗ ഔദ്യോഗികമായിട്ടുള്ള ദർഗാ കമ്മിറ്റിൻ്റെ കീഴിലിറക്കിയ ഔദ്യോഗിക സ്മരണിക ഉണ്ട്. ആ സ്മരണികയിൽ കാണാൻ ശംസുലുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞെടുത്ത് CM വലിയ അല്ലെങ്കിൽ മടവൂർ CM വലിയുള്ളാഹി വലിയ അല്ലെങ്കിൽ പിന്നെ ആരടാ വലിയ ഒരു ടൈറ്റിൽ, അതിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം കാണും. അപ്പോൾ അന്ന് പണ്ഡിതന്മാർ വിമർശനം ഉണ്ടായപ്പോൾ ശംസുലുമയുടെ ചോദ്യമാണത്. അന്ന് ആ പണ്ഡിത സംഗമത്തിലൊക്കെ ഉണ്ടായതിന് ഇന്നും അതിൻ്റെ സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ആരറിയോ, വയനാട് മൂസ മുസ്ലിയാർ, EK വിഭാഗത്തിൽ മുഷാവറ മെമ്പറാണ്. അദ്ദേഹമൊക്കെ ഒന്ന് വളരെ എതിർപ്പായിരുന്നു എന്നല്ല, അപ്പം ഉള്ളാൾത്തങ്ങൾ താജുലുലമ ഉള്ളാൾത്തങ്ങൾ എതിർപ്പായിരുന്നു. ഒരു മുഷാവറയ്ക്ക് വേറെ ചില മെമ്പർമാർ വൈകി വന്നു. വൈകി വന്നപ്പോൾ ശംസുലുലമ ഉണ്ട്, ഉള്ളാൾത്തങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ PP ഇബ്രാഹിം മുസ്ലിയാരുടെ മക്കളുടെ അല്ലേ ബാക്കവിയൊക്കെ, അവരോടൊക്കെ ചോദിച്ചാൽ അവരെ വാപ്പ ഇബ്രാഹിം മുസ്ലിയാർ ഈ സംഭവമൊക്കെ പറഞ്ഞത് അവർ പറയും. അപ്പോൾ വൈകി വന്നപ്പം ശംസുലുലമ ചോദിച്ചു, എന്തെങ്കിലും വൈകിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു, യോഗം തുടങ്ങാൻ കുറച്ചുകൂടി സമയം ഉണ്ടായപ്പോൾ ഓറൊന്ന് കാണാൻ പോയി. എങ്ങോട്ട്? മൂപ്പൻ്റെ വീട്ടിൽ. അപ്പോൾ ഉടനെ മുഷാവറയിലെ ചില ആളുകൾ ചോദിച്ചു, അവരൊക്കെ വലിയാണ്, അങ്ങനത്തെ ആൾക്കാർ കാണാൻ പോകണമെന്ന് ചോദിച്ചിട്ട് ഉടനെ ശംസുലുലമ ബ്ലോക്ക് ചെയ്തു, ഉണ്ടരുത്. അങ്ങനെ അന്ന് പല ഭാഗത്തുനിന്ന് വിമർശനം വന്നു. ആ സമയത്ത് അവർക്ക് ബോധം കൊടുത്ത് ആ ഭാഗം ക്ലിയർ ചെയ്ത് അടച്ച് ഇവിടെ ഉണ്ടായൊരു ആലിമാണ് ബഹുമാനപ്പെട്ട ശംസുലുലമ. അപ്പോൾ പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായിരുന്നു. അതായിരുന്നു അവസ്ഥ. അപ്പോൾ ശംസുലുലമനെ കുറിച്ച് നമ്മൾ മറ്റൊരു ചിത്രമാണല്ലോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്. ശംസുലുലമക്ക് CM വലിയുള്ളായിട്ട് അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇവിടെ കേരളത്തിലുള്ള ഒരു ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ, സുന്നികൾക്കിടണ്ടായ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ പല വസ്തുതകളെയും മറച്ചു വെച്ച് ഇല്ലാത്തതിനെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ നമ്മളൊക്കെ തന്നെ ചെറുപ്പകാലത്ത് കേട്ട് പോരുന്നത് ശംസുലുലമ CM വലിയുള്ളായിട്ട് ബന്ധമൊന്നുമില്ല, CM വലിയുള്ളായി അവരോട് വിയോജിപ്പായിരുന്നു. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് മഹാന്മാരെ മേൽ പ്രചരിപ്പിച്ച്. നമ്മൾ ആ വസ്തുത പഠിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധേ ഇവിടെ ബന്ധമായിട്ടുള്ളൂ. വേറെ ഈ പറയുന്ന പല ആൾക്കും ഒരു ബന്ധവുമില്ല. ശംസുലുലമയും മടവൂർ ശൈഖുനായിട്ട് പല നിലക്കും ബന്ധങ്ങൾ. ഒന്നൊരു കുടുംബമാണ്. അപ്പോൾ അവർ ചെറുപ്പകാലത്തെ അവർ കാണുന്നുണ്ട്, മൂത്തമ്മേളമ്മ മക്കൾ എന്നുള്ളവർക്ക് ബന്ധമുണ്ട്. ഇപ്പോൾ കാക്കാന്ന് വിളിക്കുന്ന കുത്തുബുലാന ശൈഖുന ശംസുലുലമനെ, കാരണം ജ്യേഷ്ഠനാണ്, അതോടൊപ്പം ഉസ്താദുമാണ്. തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഉസ്താദിയത്തും ഉണ്ട്. അപ്പോൾ കുടുംബ ബന്ധമുണ്ട്, ഈ ഗുരുശിഷ്യ ബന്ധമുണ്ട്, ഇതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ്. അതോടൊപ്പം തന്നെ ഈ മടവൂർ ശൈഖുനാൻ്റെ ഈ അവസ്ഥ ശംസുലുലമ മുന്നേ മനസ്സിലാക്കി പോരുന്നുണ്ട്. അതിനൊരു കാരണം ഈ ശംസുലുലമ പൂർവ്വകാല പാരമ്പര്യ ഉലമാൻ്റെ വഴിയിൽ കാലഘട്ടത്തിലെ പല ഔലിയാക്കളോടും ബന്ധം സ്ഥാപിച്ച്. ആ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തളിപ്പറമ്പുണ്ടല്ലോ, ആ തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാമിലെ ഇന്നത്തെ പ്രിൻസിപ്പാൾ ബ്ലാത്തൂർ ഉസ്താദ് എന്നാ പറയാം, ശംസുലുലമൻ്റെ പ്രധാന ശിഷ്യനാണ്. കൊയ്യോട് EK വിഭാഗം മുഷാവറ കൊയ്യോട് ഉമർ മുസ്ലിയാരുടെ മരുമകൻ. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം അവരോട് ശംസുലുലമ പറയാണ് ആരെക്കുറിച്ച്, മടവൂർ ശൈഖുനാനെ കുറിച്ച്, അവർ കുത്തുബിയ്യത്തിൻ്റെ പദവിയിലുള്ള ആളാണ്. നമ്മോട് നേരിട്ട് പറഞ്ഞാണ് കണ്ടോ. അപ്പോൾ ശംസുലുലമ അവരെക്കുറിച്ച്
പല ശിഷ്യന്മാരെയും ഇപ്പം നന്ദി എന്നൊക്കെ അന്ന് ദാരിമികളായി ഇറങ്ങിയാൽ ശംസുലമ പറഞ്ഞേക്കാണ് ഓറെ പോയി കണ്ടാളി മടവൂർ അശ്വനാനെ. അങ്ങനെ പല ശിഷ്യന്മാരും അവിടെ പോയി. അപ്പം അവിടുന്ന് പറഞ്ഞേച്ച് വരികയാണ്. അപ്പോൾ ഷെയ്ഖുന വലിയ സന്തോഷം സ്വീകരിക്കണ്, ചില ആളുകൾക്ക് തൊപ്പിയിട്ട് കൊടുക്കണ്, അങ്ങനെ ശിഷ്യന്മാരെ അങ്ങോട്ട് അടുപ്പിക്കണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ഇനി അതിലുപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാട് ഇപ്പോൾ 4 മൈലിൽ ഗണനം പിന്നെ ഈ പണ്ഡിതന്മാരുടെ ഒരു പ്രശ്നം ഉണ്ടായപ്പം സ്ഥിരപ്പെടുത്തി സംസാരിക്കണത് ആരാ? ശംസുൽ ഉലമയാണ്. വേറെ ആരും ഉണ്ടായിട്ടില്ല. അതേമാതിരി കുന്നമംഗലത്തും അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിലും ശംസുൽ ഉലമ പ്രസംഗിച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ അതിലൊക്കെ മേലെയായി ശംസുൽ ഉലമൻ്റെ വീട്ടിൽ മാസങ്ങൾ ആര് താമസിക്കുന്നുണ്ട്? കുത്തുബുല്ലാനും ഷെയ്ഖുന മടവൂര്. അങ്ങനെ വേറൊരു മൂലയാരെ ഒരു മൂലയാർ ഇല്ല, ദീർഘസമയം. പിന്നെ താമസിച്ചൊക്കെ ഇപ്പം നാടന്മാരെ വീട്ടില്ല. അതേ സമയത്ത് ഈ കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ ഫതുഫരി, അബ്ദുറഹ്മാൻ ഫതുഫരി, കുട്ടി മുസ്ലിയാർ വീട്ടിലൊരിക്കൽ ആരൊക്കെ ബന്ധപ്പെട്ട് മടവൂർ ഷെയ്ഖുന എത്തിയെന്ന. അപ്പോൾ ഷെയ്ഖുനാൻ്റെ ഈ നിസ്കാരത്തിന് മറ്റു അവസ്ഥ കണ്ടപ്പോൾ മൂപ്പർക്ക് ഇത് അത്രത്തോളം പിടിച്ചിട്ടില്ല. അപ്പോൾ അവർ ശിഷ്യന്മാരോട് പറഞ്ഞു ഇങ്ങനത്തെ ആളുകൾ അവരെ കൊണ്ടുവരുത്. അതേ കുട്ടി മുസ്ലിയാരുടെ പിന്നെ കറക്റ്റ് ശരീക്കാണ് വെല്ലൂരിൽ ശംസുൽ ഉലമ. ഒരു ദിവസമല്ല, ഒരു മണിക്കൂറല്ല, മാസങ്ങൾ തൻ്റെ വീട്ടിൽ ഇതേ അവസ്ഥയിൽ മടവൂർ ഷെയ്ഖുനാൻ ആദരിച്ച് അവിടെ നോക്കുന്നുണ്ട്. കണ്ടോ, മശായിഖന്മാർ ഇസ്തിലാഹ് മനസ്സിലാക്കിക്കൊണ്ടുള്ള പെരുമാറ്റം, ഇത് രണ്ടും വേറെ തന്നെയാണ്. അപ്പോൾ അന്ന് പിന്നെ ശംസുൽ ഉലമൻ്റെ വീട്ടിൽ മടവൂർ ഓറുണ്ട് എന്ന് കണ്ടിട്ട് പല ആളുകളും വരുമ്പോൾ വരുന്ന ആളുകൾക്ക് അവിടെ സിയാറത്തിനും മറ്റും അവരെ കാണുന്നതിന് ഞാനൊരു ഉസ്താദ് അവിടെ ഉണ്ടല്ലോ, എനിക്ക് അവിടെ ഉണ്ടാകുമ്പോൾ വരുന്ന ആളുകൾക്ക് പോക്കുവരവിന് എന്തോ ഒരു വിഷമം ഉണ്ടാകണമെന്ന് കരുതിയിട്ട് തൻ്റെ കട്ടിലും സൗകര്യങ്ങളൊക്കെ മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്ന. എന്ന് മാത്രമല്ല വീട്ടിൽ ഓറുണ്ട്, ആര്? ഷെയ്ഖുനുണ്ട്, മടവൂർ ഷെയ്ഖുനുണ്ട്, ഒന്ന് വന്ന് കണ്ടുപോയിക്കോളെന്ന് പറഞ്ഞ് പല ആളുകളെയും ആ സമയത്ത് ശംസുൽ ഉലമ വരുത്തുന്നുണ്ട്. എന്നോട് തന്നെ നേരിട്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പഴമക്കാർ. നോക്കിങ്ങളാ ബന്ധങ്ങൾ. ഇനി വഫാത്താണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന വഫാത്താകുമ്പോൾ അവിടെ ആ വഫാത്തിൻ്റെ ഉടനുള്ള കർമ്മങ്ങളിൽ പെട്ടെന്ന് അവിടെ ഇടപെടുന്നത് ആരാ? ശംസുൽ ഉലമയാണ്. ആദ്യം ജനാസ സംസ്കാരം നടക്കുന്നത് ഇടിയങ്ങര ഷെയ്ഖ് പള്ളി വെച്ചിട്ടാണ്, അവിടെ വെച്ചിട്ടൊക്കെയാണ്. അതിലൊക്കെ ആരാ ഉണ്ടാണത്? ശംസുൽ ഉലമയാണ്. ഇനി അവിടുത്തെ ഖബർ, ദർഗ, ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ആരെന്നെ? ശംസുൽ ഉലമ തന്നെ. ദർഗൻ്റെ ഉദ്ഘാടനത്തിന് ശംസുൽ ഉലമനെ ക്ഷണിക്കാൻ പോയി. ശംസുൽ ഉലമ പാണക്കാട് തങ്ങളോട് പറയാൻ പറഞ്ഞു. പാണക്കാട് തങ്ങൾ പറഞ്ഞു ശംസുൽ ഉലമ പറയട്ടെ എന്ന്. അവസാനം പിന്നെ എല്ലാവരും അവർ രണ്ടുപേരും തീരുമാനിച്ചു വടകര മുഹമ്മദാജി. കണ്ടോ? അതെ അതെ, ഇങ്ങനെ പല സംഭവങ്ങളും. അതുപോലെ തന്നെ പിന്നെ ഷെയ്ഖുനാനെ കുറിച്ചുള്ള മൗലിദ്, അതിപ്പം ശംസുൽ ഉലമൻ്റെ അനിയൻ അഹമ്മദ് മുസ്ലിയാർ എഴുതുന്നത്. ഇതിനൊക്കെ അവർക്ക് പ്രചോദനമാകുന്നത് ശംസുൽ ഉലമയും അവരും തമ്മിലുള്ള ഈ ബന്ധമാണ്. അപ്പം നമ്മളിവിടെ പുറത്ത് ഈ പ്രചരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ശംസുൽ ഉലമൻ്റെ വീട്ടിൽ മടവൂർ ഷെയ്ഖുന താമസിച്ചതുപോലെ മറ്റൊരു മൂലിയാരുടെ വീട്ടിൽ അങ്ങനെ പ്രത്യേകം താമസിച്ച് കാണാൻ പറ്റില്ല. ഇതായിരുന്നു അവരുടെ വലിയ ബന്ധമായിരുന്നു. അതും അക്കാലത്തെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അവസാന വാക്ക് എന്ന് പറയാൻ പറ്റിയ ശംസുൽ ഉലമ മാത്രമുള്ള സമയം. ആ ശംസുൽ ഉലമ അവസാന കാലത്ത് മടവൂർ ഷെയ്ഖുനാൻ്റെ അടുക്കലൊക്കെ വരുന്ന സമയത്ത് നിലത്ത് വളരെ ഭവ്യതയോടെ അത് വലിയൊരു അംഗീകാരവും ആദരവാണ്. ഇപ്പം എന്നോട് തന്നെ നേരിട്ട് മണ്ണാർക്കാട് CP ബാപ്പു മുസ്ലിയാർ, അതായത് നമ്മളെ മടവൂരടുത്ത് കുറ്റിപ്പുറം, നമ്മളെ കുരുവട്ടൂർ കുറ്റിപ്പുറം ജുമാഅത്ത് പള്ളിയിൽ അവിടെ ഷെയ്ഖുന മുദരീസാക്കിയ ആളാണ് ആര്? ഈ ബാപ്പു മുസ്ലിയാർ. അത് മടവൂർ ഷെയ്ഖുന അവിടെ മുദരീസായിനല്ലോ, പിന്നെ ദർസിന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ വേറെ മുദരീസിനാക്കി കൊടുക്കുകയാണ്. ഈ ആക്കി കൊടുക്കുന്ന CP ബാപ്പു മുസ്ലിയാരാ. ഷെയ്ഖുന പറഞ്ഞു ഇവർ താഴക്കോട് കുഞ്ഞരവി മുസ്ലിയാരുടെ ശിഷ്യനാണ്, ശമ്പളം നന്നായി കൊടുക്കണം, അങ്ങനെയൊക്കെ ശംസുൽ ഉലമ പറഞ്ഞു, അല്ല ഷെയ്ഖുന പറഞ്ഞു. ആ ബാപ്പു മുസ്ലിയാർ പറയാണ് രാത്രി സമയങ്ങളിൽ ഇടക്ക് പെട്ടെന്ന് ദർസിലേക്ക് ആര് കടന്നു വരും? മടവൂർ ഷെയ്ഖുന വരും. പിന്നെ യാത്രകളുണ്ടാവും. അതിൽപ്പെട്ട ഒരു യാത്ര പിന്നെ ഒരിക്കൽ ശംസുൽ ഉലമയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ ശംസുൽ ഉലമ പെട്ടെന്ന് കട്ടിലും ബെഡൊക്കെ റെഡിയാക്കി അവർക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാക്കി ഒക്കെ റെഡിയാക്കുകയാണ്. എന്നിട്ട് അവരെ കട്ടിലിരുത്തി ശംസുൽ ഉലമ തറയിലിരിക്കുകയാണ്. CP ബാപ്പു മുസ്ലിയാർ ഇന്നുണ്ട്, ഇന്നും ഹയാത്തിലുണ്ട്. ചോദിച്ചറിയാം. ബാപ്പു മുസ്ലിയാർ പറയാണ്, എന്നോട് പറഞ്ഞ ശൈലി, അവർ അങ്ങനെ ഒരാളെ മുമ്പിൽ ഇരിക്കണേ വേറെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എത്രയാണ് ആ ആദരവ്? അതായിരുന്നു ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന മടവൂർ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ കാലത്ത് നമ്മൾ വിഷയം
അന്ന് പണ്ഡിതന്മാർ പലരും എതിർത്തപ്പോൾ ആ എതിർപ്പിനെ വകവെക്കാതെ അവരെ മധുഹും മസീയത്തും ഇവിടെ പറഞ്ഞ് സ്ഥിരപ്പെടുത്തിയൊരു ഷംസുലമയാണ്. ഷംസുലമനെ കവച്ചു വെക്കാനും മറ്റൊന്നും അന്നാർക്കും കഴിഞ്ഞിട്ടുമില്ല.